പ്രിയപ്പെട്ട സുധാകർ സൗന്ദര്യായ സാർ, അങ്ങേക്ക് ഷെഡ്യൂളിലേക്ക് ഹാർദമായ സ്വാഗതം. സാറേ, നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് 2 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നു. ഓരോ മാസം ചെയ്യേണ്ട കൃഷി രീതികൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ധാരാളം കർഷകർ എപ്പോഴും വിളിക്കുന്നത് 10,000 കർഷകർ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അവർ വിളിക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം, അതായത് നമ്മുടെ വീഡിയോ കണ്ട് അതേ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ഗുണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ആ ഫോളോവേഴ്സും കർഷകർ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. സാറേ, ഈ ഡിസംബർ മാസമാണ് ഈ വരെയുള്ള ഒരു 8 മാസമായിട്ടുള്ള ത്രൂ ഔട്ട് ആയിട്ടുള്ള ഹെവി റെയിൻ, മഴ മാറി തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് പോകുന്നു. വലിയ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. രാത്രി നല്ല തണുപ്പ്, പകൽ നല്ല ചൂട്. അതുപോലെ തന്നെ ഏലത്തിനൊക്കെ പ്രശ്നമാണ്. ഇപ്പൊ ആളുകൾ പ്രധാനപ്പെട്ട നമ്മൾ കർഷകരെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കുമ്മായം ചെയ്യേണ്ട ഒരു സമയമാണെന്ന് പറയുന്നത്. കുമ്മായം തന്നെ ചെയ്യണോ, കലക്കി ഒഴിക്കണോ, പൗഡർ അപ്ലൈ ചെയ്യണോ, അതോടൊപ്പം തന്നെ ബദൽ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മൊത്തത്തോട് ഇട്ടാൽ മതിയോ, അതുപോലെ തന്നെ വേറെ മാർഗങ്ങൾ, അതിൻ്റെ അടുത്ത് മാർഗങ്ങൾ എന്താണ്, ആ രീതിയിൽ തന്നെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കൊരു അറിവാണ് വേണ്ടത്. പ്രിയപ്പെട്ട ഏല കർഷകരെ, കാലാവസ്ഥ മാറി വരുവാണ്. അതായത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ തന്നെ ഒരു ഡേ ടൈത്തിൽ ഒരു ചൂടുള്ള കാലാവസ്ഥയാണ്. വൈകിട്ടാകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോ എപ്പോഴും ഒരു ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ വരുമ്പോ പെട്ടെന്ന് നമ്മൾ ഒരു ടയർഡായിട്ട് റെസിസ്റ്റൻസ് ഇല്ല സാർ, ആശുപത്രിയിലെല്ലാം പനിക്കാരാണ്. അതെ. അപ്പൊ അതുപോലെ തന്നെയാണ് ചെടി. നമ്മള് പ്രത്യേകിച്ച് ഏലം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്, സെൻസിറ്റീവ് ആണ്. അതെ. അപ്പൊ അത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7-8 മാസം നല്ലപോലെ മഴ പെയ്ത് നമ്മള് മൊത്തത്തിലെ കായെല്ലാം നല്ലപോലെ എടുത്തിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ന്യൂട്രിയൻസ് കുറവ് വരും. അപ്പൊ ന്യൂട്രിയൻസ്, പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ അത് ഒவ்வொரு സ്റ്റേജിലും കൊടുക്കേണ്ടതാണ് ഒരു ചെടിക്ക്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, MBBS ഡോക്ടർ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ചെടിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സെക്കൻഡറി ന്യൂട്രിയൻസ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ചെടി. അപ്പൊ സെക്കൻഡറി ന്യൂട്രിയൻസിലെ മേജറായിട്ട് നമ്മളോട് ഏലത്തിന് പ്രത്യേകം, ഏലം നല്ലപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആസിഡ് സോയിലേ ഉണ്ടാകത്തുള്ളൂ, ആൽക്കലൈൻ സോയിലേ ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ആസിഡ് സോയിൽ എന്ന് പറഞ്ഞാൽ അമ്ലത്വമുള്ള മണ്ണാത്താണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ അമ്ലത്വമുള്ള മണ്ണിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് pH ലെവൽ ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് 5.5 to 6 വരെ. അതിന് മുകളിലോട്ട് പോകാൻ പാടില്ല, അതിന് താഴോട്ട് പോകാൻ പാടില്ല. അപ്പൊ അതിന് താഴോട്ട് പോയാൽ ആസിഡ് സാലായി. അപ്പോ നമ്മൾ കൊടുക്കുന്ന വളങ്ങളോ ചെടി ഇങ്ങനെ മുരടിച്ചിരിക്കും. അതെ, 6ന്റെ മുകളിലോട്ട് പോകുമ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ മഗ്നീഷ്യം ഇല്ലായി പോകും, ഫാസ്ഫറസ് കിട്ടത്തില്ല, വളപ്രയോഗം കൊടുക്കുന്ന വളം കറക്റ്റായിട്ട് എടുക്കത്തില്ല. പുതിയ അറിവാ സാർ. അതെ. അപ്പോ ഈ തരത്തിലുള്ള ബാലൻസ് ആയിട്ടുള്ള pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അപ്പൊ അതിന് പലതരത്തിലുള്ള മാർഗങ്ങള് നമ്മള് 23-ാം തീയതി സെമിനാറിൽ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഈ pH മീറ്റർ ഉണ്ട്, pH എങ്ങനെ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം, പലതരത്തിലുള്ള മാർഗങ്ങൾ അന്നത്തെ സെമിനാറിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ഇപ്പോ എല്ലാരും ചെയ്യുന്നത് കായെടുത്ത് കഴിഞ്ഞ് കവാത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പണിക്കാര് കിട്ടാറില്ല. അപ്പൊ അതിനെല്ലാരും വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാരും വിളിക്കുമ്പോ സാറേ കായ് പഴുത്ത് കിടക്കുക, പണിക്കാര് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനൊരു മാർഗം എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ AI ഇൻഡിക്കേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിന് റോബോ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പല മാർഗങ്ങള് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുറെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ആൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 50% വർക്ക് ചെയ്ത് കഴിഞ്ഞു. റോബോ ഡെവലപ്പ് ചെയ്യുന്ന 50% വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതെ. അപ്പൊ അത് വേഗം തന്നെ നമുക്ക് എത്തും. സമീപഭാവിയിൽ നമ്മുടെ തോട്ടത്തിൽ റോബോ ഉണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ ഈ AI ഇൻഡിക്കേഷനിലോട്ട് പോകുന്നുണ്ടെങ്കിലും അത് വരുന്നവരെ നമുക്ക് എങ്ങനെയെങ്കിലും ചെടിയെ കൊണ്ട് പരിപാലിക്കണം, അല്ലെ? പ്രതീക്ഷയാണെന്ന് 100% ഉറപ്പാണ്, നടക്കും എന്ന് പറഞ്ഞാൽ. ഇപ്പോ അതിന് ഒരു പാർട്ട് എന്റെ ഭാഗത്തിലിരുന്ന് ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഏലത്തിന് എങ്ങനെ കവാത്തെടുക്കണം, ഏലത്തിന് എങ്ങനെ കായ് പറിക്കണം, എങ്ങനെയാ മരുന്നടിക്കേണ്ടത്, ആ മരുന്ന് ഏത് മരുന്നാണ് ഫിക്സ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങള് ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കുറെ കർഷകർക്ക് വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബ്രെയിൻ ഫീഡ് ചെയ്യുവാണ്. അതെ, ഫീഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആൾറെഡി റോബോ ഉള്ളതാണ്,
അതിന് ഈ ഒരു സിസ്റ്റത്തിലോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ടെക്നിക്കൽ പാർട്ട് 100% ഞാനാണ് കൊടുത്തത്. അനധി വിദൂര ഭാവിയിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉറവ ഉണ്ടാവും. അതെ അതിന് സാറിന് അതിനൊരു പങ്കും ഉണ്ടല്ലേ? ഓക്കെ ടെക്നിക്കൽ പാർട്ടാണ്. ഓക്കെ അപ്പോ ടെക്നിക്കലായിട്ട് എന്തൊക്കെയാ ഒരു ഏലത്തിന് പരിപാലിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ആ റോബോക്ക് നമ്മൾ പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ ഈ മരുന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മരുന്ന് ഇത്ര ഒരു ചെടിക്ക് അളവാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നാലും നമ്മളൊരു കുമ്മായ പ്രയോഗം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ അപ്പൊ നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ വെച്ച് ചെടിയോട് റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഒരു മെത്തേഡ്. ഓക്കെ അല്ലെങ്കിൽ അങ്ങ് അത് പറയുന്നത് ഇപ്പൊ മഴയില്ലാത്ത സമയത്ത് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില കർഷകർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോ കുമ്മായം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇപ്പോ ലഭ്യമാണ്, ആ. കൊണ്ട് നനച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ പക്ഷെ അതിനെക്കാട്ടിലും ബെസ്റ്റ് മെത്തേഡ് നനച്ചു കൊടുക്കുന്നതാണ് കലക്കി ഒഴിക്കുന്നത്. കലക്കി ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ കൂടുതൽ കർഷകർ റിസൾട്ട് അത് തന്നെയാ സാറേ അതെ പറയുന്നത്. അതെ അതെ. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 15 ദിവസം വെയിറ്റ് ചെയ്യും. ഓക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ 5 ദിവസം മതി. ഇപ്പം പ്രാക്ടിക്കൽ കൂടുതൽ അതാണല്ലോ സാറേ. അതെ അതെ അതെ. അപ്പോ ഏതാണ്, അതായത് നമ്മളിപ്പോ ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഇപ്പോഴും ഈ മണ്ണാത്ത് ഈർപ്പുണ്ട്, ഓക്കെ അവർക്ക് ഇട്ട് കൊടുക്കാൻ താല്പര്യമാണ്. ആ. അപ്പോ ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് കുമ്മായ ഇട്ട് കൊടുക്കാം, ഡോളമൈറ്റ് ഇട്ട് കൊടുക്കാം, ഈവൻ മുട്ടത്തോട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ 3 തരത്തിലുള്ള മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന മണ്ണിനകത്തുള്ള കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ പറ്റും. Correct അതായത് ചെയ്യാൻ. pH ലെവൽ 5.5 to 6 വരെ ഓക്കെ ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ അത് പറയുമ്പോൾ തന്നെ ഈ മുട്ടത്തോട് ഇതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ മുട്ടത്തോട് കൺട്രോൾ ചെയ്യുക, pH അതെ കൺട്രോൾ ചെയ്യുക. അതെ അതെ അതെ. അത് ഇപ്പോ എങ്ങനെയാന്ന് വെച്ചാല് സ്ലോ റിലീസ് ആണ്. ഓക്കെ അപ്പോൾ സ്ലോ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ശരത്തിന് നല്ല കളറുണ്ട്, അത് ശരത്തിന് ഒരു ഫ്രഷ്നെസ് ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ഒരു പാസ്പറസ് ഉള്ളപ്പോൾ കായ്ക്ക് ശകലം വെയിറ്റും കിട്ടുന്നുണ്ട്. ഗ്രീനിഷ് ആകുന്നുണ്ട് എന്ന് പല കർഷകരും പറയുന്നു. അതെ അതെ അങ്ങോട്ട് ഇത് പറയുന്നത് നമ്മുടെ പുതിയ ഏലം മേഖല 10-15 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതായത് ചൂട് കൂടിയ മേഖല കൊന്നത്തടി, പാറത്തോട്, കമ്പിളികണ്ടം, മുനിയറ പ്രദേശങ്ങൾ പല വീഡിയോ എടുത്തിരുന്നു. അവിടെ പല കർഷകരും മാതൃകാ കർഷകർ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്, എഗ്ഗിൽ തന്നെയാണ് മുട്ടത്തോട്. അല്ല, ഇപ്പൊ നമ്മള് പ്രകൃതി കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. Okay. അപ്പൊ അതിനകത്ത് കുമ്മായ ഇടാൻ പാടില്ല. അന്നേരം മുട്ടത്തോട് മുട്ട നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണല്ലോ. ഓക്കെ അപ്പൊ ആ മുട്ട തോട് എടുത്തുകൊണ്ട് ആ. അത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ശരി ശരി. അപ്പൊ അതിനകത്ത് ഫാസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഉള്ളതുകൊണ്ട് കാൽസ്യം ഡെഫിഷ്യൻസി കറക്റ്റ് ആകും, പൂ കൂടുതൽ ഉണ്ടാകും. ഫാസ്ഫറസ് ഉള്ളതുകൊണ്ട് ചെടി നല്ല ഗ്രീനും ആകും, അതുപോലെ തന്നെ കായ്ക്ക് നല്ല ബോൾഡും കിട്ടും, വലിപ്പം ഉണ്ടാകും. ഓക്കെ അപ്പൊ ആ 3 തരത്തിലുള്ള ഇട്ട് കൊടുക്കാനുള്ള മാർഗം. ഓക്കെ ഇപ്പൊ കളക്കി ഒളിക്കണമെങ്കിൽ ആ. നമുക്ക് ഒന്ന് നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ലിക്വിഡ് കാൽസ്യം റെഡിമെയ്ഡ് ആയിട്ട് ഓക്കെ ഈ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ആ. ഒരു സെക്കൻഡറി ന്യൂട്രിയൻസ് ഇമ്പോർട്ടന്റ് പറയില്ല, അത് Okay. 3 ചേർന്നിട്ടുള്ളതുണ്ട്. ഓക്കെ അപ്പൊ അത് ഒരു ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കളിക്ക് ഒടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങ് പറഞ്ഞ കാൽസിബോ എന്ന് അതെ പറയുന്നത്. അതെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ. CN കൊടുക്കാം, കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാം. ഓക്കെ അത് ഒരു കിലോ. ചിലര് ഈ രണ്ടിന്റെ കൂടെ, ഇപ്പൊ കാൽസ്യബോണിന്റെ കൂടെ കാൽസ്യബോൺ 1 കിലോവും 13.45 1 കിലോവും കളിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലെങ്കിൽ CN 1 കിലോ, പിന്നെ അതിന്റെ കൂടെ 13.45 1 കിലോ കളിക്ക് ഒഴിച്ചു കൊടുക്കാറ്. ഓക്കെ പിന്നെ മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു 200 ലിറ്റർ വെള്ളത്തിനകത്ത് ആ. 2 കിലോ കുമ്മായം ഉം. അങ്ങനെ തന്നെ ഇടുക. അതിന്റെ തെളിവെള്ളം എടുത്തിട്ട് ആസച്ച് വേറെ വെള്ളം ചേർക്കാതെ റൗണ്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. ഏറ്റവും ലോ കോസ്റ്റ് ആണ്. അതെ അതെ. അപ്പൊ ഈ ഒരു 3 തരത്തില് ഉള്ള മെത്തേഡ് നമ്മൾ കളക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് നല്ലതാണ് ഓക്കെ എപ്പോഴും. പിന്നെ അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്ന ഈ സമയത്ത് കാൽസ്യത്തിന് നമ്മളിപ്പോ ചോട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, മണ്ണാത്തുള്ള കാൽസ്യം കറക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പല കർഷകരും ഈ മരുന്നടിക്കും. പക്ഷെ നമ്മളോട് തോട്ടത്തിനകത്ത് ഇലയ്ക്കോ ശരത്തിനോ തണ്ടിനോ കാൽസ്യത്തിന്റെ കുറവുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 70% തോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചൊരിയുണ്ട്, ശരത്തിന് ഫ്രഷ്നെസ് ഇല്ല, എന്ത് ചെയ്താലും ചൊരി മാറുന്നില്ല. അപ്പൊ നമ്മൾ അവർക്ക് കുമ്മായ ഇട്ടു. അപ്പോ കുമ്മായ ഇട്ടാൽ അവിടെ വേര് പെർഫെക്റ്റ് അല്ല, ഇട്ട കുമ്മായം കിടക്കും. പിത്തിയം, പിന്നെ ഈ പറയുന്ന തട്ടമറിച്ചല്, അതുപോലെ തന്നെ വേരുകേടുള്ള രോഗങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പൊടിവേരില്ല. നമ്മൾ മണ്ണാത്തിട്ട് ഈ
കുമ്മായം വലിച്ചെടുക്കണമെന്നില്ല, അത് കാൽസ്യം വലിച്ചെടുക്കണമെന്നില്ല. അപ്പൊ അവിടെ ചെടിക്ക് കാൽസ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടാകും. അതുപോലെ തന്നെ സാറേ അടിക്കുന്ന പെസ്റ്റിസൈഡും ഫംഗിസൈഡും അതിന് റിസൾട്ടും കുറവാണ്. അതെ അതെ പല കർഷകർ അങ്ങനെ പറയുന്നു. അതെ അതെ. അപ്പോ അതിന് മെയിൻ റീസൺ ഇതാണ്. ഓക്കെ. നമ്മൾ എപ്പോഴും ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ. ഒരു കാൽസ്യം, ലിക്വിഡ് കാൽസ്യം, അല്ല ചെലേറ്റഡ് ഫോമുള്ള പൗഡർ ഫോമുള്ള കാൽസ്യം, ഇല്ല കാൽസ്യം ബോറാണ് ചേർന്നിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം ഗ്യാപ്പ് മതി, 5 ദിവസം വേണം. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കീടനാശിനി, ഏത് വാട്ടർ സാല്യുബിൾ ഫെർട്ടിലൈസേഴ്സും, ഇവൻ ഏത് ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ട്. അത് സിമ്പിൾ ആയിട്ട് ഓർക്കുക. 3 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു കാൽസ്യം, ലിക്വിഡ് കാൽസ്യമോ ചെലേറ്റഡ് കാൽസ്യമോ അല്ലെങ്കിൽ ഈ കാൽസ്യം ബോറാൻ കോമ്പിനേഷൻ ആയിട്ടുള്ളത് കൊടുക്കുക. ഒരു വർഷം ഒരു 4 പ്രാവശ്യം കൊടുക്കുക. അതെ. അപ്പൊ അതിപ്പോ കാൽബിഎഫ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 200 ഗ്രാം കൊടുക്കും. രതീഷൊക്കെ നല്ല റിസൾട്ട് പറയും. അതെ അതെ. ഈവൻ കാൽബിറ്റ് സി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു 200 ml ചേർത്ത്. സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. ഈ കുമ്മായി അപ്ലൈ ചെയ്തിട്ട് എത്ര ദിവസം ഗ്യാപ്പ് വേണം സാർ ഈ കാൽസ്യം? അല്ല, അതിപ്പോ ചോട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഒരു പ്രശ്നമില്ല. കാൽസ്യം തന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ ഉറപ്പ് വരുത്തുക അത്രേ ഉള്ളൂ. അപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 15 ദിവസം ചോട്ടി, കളയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ 5 ദിവസം. അപ്പൊ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു പ്രശ്നം. അപ്പൊ ചിമ്പൊക്കെ നല്ല ഫ്രഷാണ്. അപ്പൊ കാൽസ്യത്തിന്റെ കുറവ് മാറുമ്പോ തന്നെ നല്ല ചെടി ഹൈറ്റ് വരും, ചെടിക്ക് നല്ല കളർ കിട്ടും, ഗ്രീനിഷ് ആകും. എല്ലാരും പറയുന്നത് നൈട്രജൻ കൊടുത്താൽ മാത്രമേ ഗ്രീൻ ആകാം. അല്ല, കാൽസ്യം എത്രത്തോളം കിട്ടുന്നുണ്ടോ ചെടിക്ക്, പ്രത്യേകിച്ച് ആസിഡ് ആയാലും ഓവറാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. എത്ര 5.5 to 6 മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഏത് സാധനങ്ങൾ കൊടുത്താലും അതിന് റിസൾട്ട് കിട്ടും. അല്ലാതെ ഈ പറയുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വളങ്ങളായാലും കീടനാശിനിയാണെങ്കിലും തുള്ളിനാശിനിയാണെങ്കിലും പൂർണ്ണ റിസൾട്ട് കിട്ടുന്ന കാൽഷ്യം. ഈവൻ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വളങ്ങളിൽ ഹെവി മെറ്റൽസ് ആണ്. അപ്പൊ ആ ഹെവി മെറ്റൽസ് കാൽസ്യം കൊടുത്തു കഴിയുമ്പോൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ചെടികൾക്ക്. നേരത്തെ നമ്മൾ മണ്ണാത്ത് മാത്രം ഹെവി മെറ്റൽസ് ഉണ്ടെന്ന് പറയും, ചെടികൾക്കും ഇലകൾക്കും തണ്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറ്റാൻ ഈ കാൽസ്യം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതാരും ശ്രദ്ധിച്ച് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും റിസൾട്ട് കിട്ടാറ്. അപ്പൊ ഈ ഒരു ഫോളോ അപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർലി ഈ കാൽസ്യം മണ്ണാത്ത് കറക്റ്റ് ചെയ്തു, ചെടിനകത്ത് കറക്റ്റ് ചെയ്തു. അത് ബേസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. അതാ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനും ഇല ഗ്രീൻ ആകാനും ഉള്ള ശരത്തിന് കായ ഉണ്ടാകാൻ നല്ല മെത്തേഡാണ്. സാറ് രണ്ടാമത് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ധാരാളം കർഷകർ പറയുന്ന ഒരു കാര്യം, പല തോട്ടങ്ങളും നമ്മൾ നേരിട്ട് കണ്ടു, അഴുകലും തട്ടമറിച്ചിലും ഇതേവരെ മാറുന്നില്ല. അതായത് പെട്ടെന്നൊരു കൊത്തഴുകലൊക്കെ വന്നിട്ട് ആ തോട്ടം പാടെ സ്പ്രെഡ് ആകും. മിക്കവാറും കായ എടുത്തതിനൊക്കെ ശേഷം ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് അടുത്ത ദിവസങ്ങളാണ് പാടെ അഴുകല് തട്ടമറിക്കലായ രീതിയിൽ സിവിയർ ആയിട്ട് കാണും. അത് മാറാത്ത എന്തുകൊണ്ടായി? അതിന് പരിഹാരം എന്താ സാറേ? ഇപ്പോ ഈ അലുകൾ തട്ടമറിച്ചൽ എന്ന് പറയുന്നത് അത് ഇപ്പൊ പല രീതിയിലാണ് സ്പ്രെഡ് ആകുന്നത്. നീ ഫൈറ്റോപ്തറ എന്ന് പറയുന്ന, അല്ല പിത്തിയൻ എന്ന് പറയുന്ന, ഈവൻ പിസേരി ആയിക്കോട്ടെ. ഇപ്പോ നമ്മളൊരു കായ എടുത്തു കഴിയുമ്പോൾ നമ്മളോട് കയ്യിലിരുന്ന് തന്നെ സ്പ്രെഡ് ആകും. ഇപ്പോ ഒരു മഴ പെയ്തു കഴിഞ്ഞു, ആ വെള്ളത്തിലിരുന്ന് തന്നെ സ്പ്രെഡ് ആകാം. ഒരു കാറ്റടിച്ചു, ആ കാറ്റിലിരുന്ന് തന്നെ സ്പ്രെഡ് ആകും. അപ്പോ ഈ പറയുന്ന പലതരത്തിലുള്ള ഫംഗൽ സ്പോറുകൾ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കായെടുപ്പ് ഹാർവെസ്റ്റിംഗ് ശേഷമാണ് മിക്കവാറും. അതെ. അപ്പോൾ അത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു അലുകൾ തട്ടമറിച്ചൽ ഉണ്ടെങ്കിൽ അങ്ങനെ തോട്ടത്തില്, ഈ അലുകൾ ഉള്ള തോട്ടങ്ങളില് കായ എടുക്കുന്നവർ ആ ചെടികളില്, അലുകൾ ഉള്ള ചെടികളില് സെപ്പറേറ്റ് ആ ഒരു ആളിന് തന്നെ നിർത്തുക. ഒരു തോട്ടത്തിൽ ഇപ്പോ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ഏക്കറിൽ 400 ചെടിയുണ്ട്, ഒരു 20 ചെടി കണ്ടു. ആ 20 ചെടി അലുകൾ തട്ടമറിച്ചൽ ഉള്ള ചെടികൾക്ക് ആ ഒരാൾ മാത്രമേ കായ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ സ്പ്രെഡ് ആകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യും. പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല, അന്നേരം തന്നെ എടുത്തു പോകും. അപ്പൊ ഇത് സ്പ്രെഡ് ആകും, നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത്. അപ്പൊ അത് പാടാണ്. എന്നാലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേബർ വലിയ പ്രശ്നമാണ്. അല്ല വലിയൊരു നാശം ഉണ്ടാകുന്ന ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ അതെ മതി. അതെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലൗസ് ഇടും, ഓക്കെ ഇങ്ങനെ പൈറ്റപ്പുറ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ആ ഇതിൽ മാത്രം കായ് പറിച്ചിട്ട് പിന്നെ ആ ഗ്ലൗസ് മാറ്റി വെച്ചിട്ട് പിന്നെ കായ് വരും. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഇതൊരു പ്രിവെന്റീവ് ആയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് പറയുന്നത്. സിമ്പിൾ മെത്തേഡ് അതെ. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ആളുകൾ തട്ടമറിച്ചിൽ ഉള്ള തോട്ടങ്ങളിൽ കായ് എടുത്തു കളഞ്ഞിട്ട് ഒരു ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ പോകുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ സമയത്ത് സാധാരണ കായ എടുത്തതിന് ശേഷം ആളുകൾ പെട്ടെന്ന് ബൂസ്റ്റർ ടോണിക്കുകളാണ് കൊടുക്കുന്നത്. അത് പാടില്ല. അതെ. അപ്പൊ ഏറ്റവും ഈ സമയത്ത് നമുക്ക് സേഫ് ആയിട്ടുള്ള ഫംഗിസൈഡ്, അതായത് ഇപ്പോ ഒരു ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ഫംഗിസൈഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പല ഓപ്ഷന് പല മാർഗങ്ങൾ. ഒരു രണ്ടു ഉദാഹരണം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവതാർ എന്ന് പറഞ്ഞിട്ട് ഫംഗിസൈഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ചെറിയ ചൂടായതുകൊണ്ട് നമുക്കൊരു 300 to 350 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രിവെന്റീവ് കൺട്രോൾ എന്നുള്ള രീതിയിൽ ആളുകളും ഈ തട്ടമറിച്ചിലും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമുക്ക് നേറ്റീവോ നല്ലതാണ്. ഒരു 70 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ മെന്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഒരു 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ തന്നെ അത് സ്പ്രെഡ് ആകാതെ ഇത് കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്ക് ഗലീലിയോവേ കൊടുക്കാം. ഗലീലിയോവേയും നല്ലതാണ്. ഗലീലിയോവേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതും നല്ലതാണ്. അപ്പൊ ഈ സമയത്ത് ഇത്രയും ചൂടും തണുപ്പും ഉള്ളപ്പോ നമ്മൾ നേരത്തെ ഉള്ള ഒരു കാലാവസ്ഥ, ഇപ്പൊ ആളുകളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും തട്ടമറിച്ചിൽ കൺട്രോൾ ചെയ്യും. ഈ സമയത്ത് തട്ടമറിച്ചിൽ കൂടാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ തണുപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോ നേരത്തെ നമ്മൾ ഒരു 4 വർഷം ഇല്ല 5 വർഷത്തെ മുമ്പത്തെ നമ്മൾ എപ്പോഴും ഒരു കാര്യം എന്തുകൊണ്ട് ഒരു രോഗം കൂടുതൽ വരുന്നുള്ളത് കർഷകർ ആലോചിക്കണം അല്ലേ? അത് എപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. ഒരു 3-4 വർഷം മുമ്പുള്ള കാലാവസ്ഥയാണ് ഇപ്പോ നമുക്ക് ഈ ഡിസംബറിൽ ഉണ്ടായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയായി. അതെ, മൈനസില്. അപ്പൊ നമ്മൾ ആ എല്ലിനോൾ എന്ന് ചിലപ്പോൾ മാറിന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ വർഷം നല്ല കായ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി വരുന്ന ചൂട് എങ്ങനെ വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. കാലാവസ്ഥ മാറ്റം ഉണ്ടാകാം. അപ്പോ ഈ ഒരു 3-4 വർഷം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഡിസംബർ മാസത്ത് ഉണ്ടാകുന്ന ഒരു രോഗമാണ് തട്ടമറിച്ച് അല്ലേ? അപ്പൊ ഒരു ചൂടൊക്കെ ചെറിയ ചൂടും തണുപ്പും ഉള്ളപ്പോ പെട്ടെന്ന് ഈ പിത്തിയൻ എന്ന് പറഞ്ഞ പിങ്ക് കളറായിട്ട് വരുന്ന ആ പിത്തിയൻ എന്ന് പറയുന്ന ഫംഗസ് കൂടും. അപ്പൊ അന്നേരം നമ്മൾ ഈ പറയുന്ന ഫംഗിസൈഡ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് നല്ലതാണ്. അപ്പൊ അതിന് ഇപ്പോ ഈ സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് ഈ ഹെക്സാകോണസോൾ ഒന്ന് ചോട്ടിൽ ഒളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പ്രൊപ്പിക്കോണസോൾ ഒളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഡുബക്കോണസോൾ ഒളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സെലക്ട് ചെയ്ത് ഒന്ന് റൗണ്ട് ആയിട്ട് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വേരുകേട് മാറും, തട്ടമറിച്ചിലും ഒന്നും മാറും. അറസ്റ്റ് ഉണ്ടാവും സാർ? ഉണ്ടാകത്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കോണസോൾ ഇനത്തിൽ പെട്ടതിന് അളവ് കുറച്ച് കൊടുക്കുക. അതായത് ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ 100 ml എപ്പോഴും ശ്രദ്ധിക്കുക, 200 ലിറ്ററിന്. പിന്നെ ചില പ്രോഡക്ട്സ് 200 ഗ്രാം വരെ നമുക്ക് ചേർക്കാം പൗഡർ ഫോമിലുള്ളത്. എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്. ഒവ്വൊരു കമ്പനിക്കും പെർസെൻറ്റേജ് അനുസരിച്ച് റെക്കമെൻഡേഷൻ മാറും. ഒവ്വൊരു ട്രേഡ് നെയിം അനുസരിച്ച് അതിന്റെ പെർസെൻറ്റേജ് അവർ എന്താ കോട്ട് അതനുസരിച്ച് ഈ പറയുന്ന അളവും മാറും. എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യരുത്. സിമ്പിൾ ആയിട്ട് മെറ്റലാക്സിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ 35% ഉള്ള മെറ്റലാക്സിൽ 100 ഗ്രാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. 200 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ മെറ്റലാക്സിൽ പ്ലസ് മാംഗോസെപ്പ് കോമ്പിനേഷൻ ഉള്ളത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 200 ഗ്രാം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓർക്കും മെറ്റലാക്സിലും സാറ് പറഞ്ഞു 200 ഗ്രാം അടിച്ചത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് കർഷകരോട് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ട്രേഡ് നെയിമുള്ള രീതിയിലാക്കിയത് അല്ലെ? നേരത്തെ കെമിക്കൽ മാത്രം പറഞ്ഞപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ട്രേഡ് നെയിമിലോട്ട്. എല്ലാ കർഷകരും തന്നെയാണ് പറയുന്നത് നല്ല പ്രോഡക്റ്റ് ഉണ്ട്, അത് തിരിച്ച് പറയണം. ഒരു കെമിക്കൽ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് പറയണം, എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറയണം. അപ്പോ അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്
കർഷകർക്ക് അവർക്ക് തന്നെ എന്താ നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യേണ്ടി എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റും. നല്ല അവയർനെസ് സാറ്. അതെ, ഇപ്പൊ ഒவ்வொரு ദിവസം ആകുമ്പോൾ നമുക്ക് കൂടുതലാന്ന് തോന്നുന്നു കർഷകര്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈവൻ അസ്സാമിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അസ്സാം, ഈവൻ നമ്മള് ലാർജ് കാടമത്തിലെ അവർക്കിപ്പോ ഈ തട്ടമറിച്ചിൽ വന്നു. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? സാറിന്റെ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണ്. ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോ റെക്കമെൻഡേഷൻ കൊടുത്ത് അത് മാറ്റമായി, ഹാപ്പിയാണ്. ഈ ഇടയ്ക്ക് ഗൂഡലൂരിൽ നിന്ന് ഒരു പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് എന്താണ്, സാറിന്റെ സേവനങ്ങൾ ഒരുപാട് ഇവിടെ വേണം, ഒരുപാട് ടെക്നിക്കൽ പോരായ്മകളുണ്ട്. അപ്പൊ അത് സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകർ, ഇടുക്കിയിലുള്ള കർഷകർ മാത്രം സാറ് സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ എല്ലാ കർഷകരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ഒന്ന് പറയണം സാർ. അത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യം, നീലഗിരിയിൽ നിന്നൊരു കർഷകൻ അദ്ദേഹം ഫാമിലി ആയിട്ട് 500 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മുടെ അടുത്ത് വന്നു. അതായത് 10 ബൊമ്മീത്തൈ വേണം, 10 മതിയാവും, 500 കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നു. അപ്പൊ അവര് പറയുന്ന സുധാകർ സാറിന്റെ വീഡിയോ, സുധാകർ സാറിന്റെ വിശ്വാസമാണ്, ഒറിജിനൽ ബ്രീഡ് വാങ്ങാനാണ് വന്നത്. 10 ഞാനൊന്ന് 10 കൊടുത്തു. അതൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അവരത് വീഡിയോ പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരും കൂടെ ഞാൻ പറയാം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഈ തട്ടമറിച്ചല്, അതുപോലെ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ്, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉള്ളപ്പോ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ KVKയിൽ തന്നെ അലുകൽ സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റോ കെയർ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊരു 2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ റൗണ്ട് ആയിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അലുകളും തട്ടമറിച്ചലും സെപ്പറേറ്റ് കുമ്മായമോ ഇല്ല ഈ പറയുന്ന സാധനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഒന്ന് അലുകൽ സ്പെഷ്യൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈറ്റോ കെയർ യൂസ് ചെയ്യുക. രണ്ടും കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന തട്ടമറിച്ചലും അലുകളും സെക്കൻഡറി ന്യൂട്രിയൻസും pH ലെവൽ കറക്റ്റ് ചെയ്യാൻ നല്ല ഒരു മെത്തേഡ്. അതെ. അപ്പൊ അത് ചെയ്യാൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേരുകേട് മാറും. പ്രിയപ്പെട്ട സുധാകർ സുന്ദരനായ സാർ, കൂടുതൽ കർഷകർ ചോദിക്കും, നമ്മൾ കുമ്മായി പ്രയോഗം ചെയ്തതിന് ശേഷം ഉള്ള സ്ഥലത്തിൽ കൂടുതൽ കായ് സെറ്റിങ്സ് ഉണ്ടാകണം, കായ്ക്ക് തൂക്കം ഉണ്ടാകണം, അരിയെണ്ണം കൂടണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ചിമ്പുണ്ടാവണം. അടുത്ത സീസണിലേക്ക് കായ ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കർഷകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കൂടുതൽ കർഷകർ ചോദിക്കുന്ന കാര്യം, കൂടുതൽ ചിമ്പുണ്ടാകും. അതിനെന്താണ് ചെയ്യുന്നത്? ഓക്കെ. ഇപ്പൊ നമ്മള് പല വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ പുതിയ ചിമ്പ് ഉണ്ടാകാനുള്ള ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പല മാർഗങ്ങളുണ്ട്. അപ്പൊ അതില് ഈ ഡ്രൻ ചെയ്ത് കൊടുക്കുന്ന, പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഡ്രൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പലതരത്തിലുള്ള ഒരു 6 to 7 മെത്തേഡ് ഞാൻ പറയാം. ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഫാസ്ഫറസ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചില കർഷകർ ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട്, ചിലർ കലക്കി ഒഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള മെത്തേഡ് ഞാൻ പറയാം. ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ 10-26 മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരു 200 ഗ്രാം. അതിൻ്റെ കൂടെ മിക്സഡ് കേക്ക് ഒരു 1/2 കിലോ. പിന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഒരു 1 കിലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് ഒരു 50 ഗ്രാം. കൂടുതൽ വേണ്ട, 50 to 100 ഗ്രാം. നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഈ എപ്പോഴും നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇത് മൈക്രോ ന്യൂട്രിയൻസ് സംബന്ധിച്ച് ചോട്ടിൽ നമ്മൾ കാര്യമായിട്ട് കൊടുക്കാറില്ല. അപ്പോ മൈക്രോ ന്യൂട്രിയൻസ് ചോട്ടിൽ ചെന്ന് കളിയുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചിമ്പിന് ഗ്രിത്ത് കിട്ടും. ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. സ്പ്രേയിങ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. മണ്ണിൽ തന്നെ അതെ. പ്രത്യേകിച്ച് ബോറാണ് പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നതുകൊണ്ട് നല്ല ചിമ്പിന് ഗ്രിത്ത് കിട്ടും. അപ്പൊ അതിനൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10-26 ഒരു 200 ഗ്രാം, പിന്നെ വെർമി കമ്പോസ്റ്റ് ഒരു 1 കിലോ, മൈക്രോ ന്യൂട്രിയൻസ് ഒരു 50 ഗ്രാം, മിക്സഡ് കേക്ക് ഒരു 1/2 കിലോ, എല്ലുപൊടി ക്വാളിറ്റി ആയിട്ട് ഈ ആസിഡ് ചേർത്ത് പൊട്ടിക്കാതെ എല്ലുപൊടി ഉണ്ടെങ്കിൽ മാത്രം അത് ഒരു 1/2 കിലോ ചേർത്ത് ഒരു ചെടിക്ക് റൗണ്ട് ആയിട്ട് ഈ പറഞ്ഞ അളവിൽ ഇട്ട് കൊടുക്കുക. അത് സിമ്പിൾ മെത്തേഡാണ്. അപ്പൊ 10-26 കിട്ടുന്നില്ലെങ്കിൽ DAP നല്ലതാണ്. DAPന്റെ കൂടെ വൈറ്റ് പൊട്ടാസ് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ DAP ഒരു 100 ഗ്രാം, വൈറ്റ് പൊട്ടാസ് ഒരു 100 ഗ്രാം. ഈ 10-26 ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇത് ചേർത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന
ആവശ്യമുള്ള ചെടിക്ക് വളങ്ങൾ കിട്ടും. ഓക്കെ. ഈവൻ ചിലര് ഇതിന്റെ കൂടെ തന്നെ സീവീഡ് ഗ്രാന്യൂൾസ് ഉണ്ട്, അത് ചേർക്കാറുണ്ട്. ചിലർ ഈ സീവീഡ് ഗ്രാന്യൂൾസ് ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒറ്റയടിക്ക് തന്നെ NPK ആ. ബാക്ടീരിയാസ് ഉണ്ട്, അപ്പോൾ അതും ഇതിന്റെ കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പല ഓപ്ഷൻ ഉണ്ടെങ്കിലും ഈ ഒരു 2 തരത്തിലുള്ള മെത്തേഡ് സൈൽ അപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നത് നല്ലതാണ്. നല്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ ഒരു പരിധി വരെ നിമാവിരാവ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ പുതിയ വേരുണ്ടാകുമ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാകത്തില്ല. മിക്സഡ് കേക്കിനകത്ത് പലതരത്തിലുള്ള കേക്ക് ഐറ്റം ഉള്ളതുകൊണ്ട് അതിന് ഇഷ്ടമില്ല. വേപ്പിൻ പിണ്ണാക്ക് വരെ അതെ, പിന്നെ വേരുപുഴു ആ. മുട്ടയിടാൻ സമ്മതിക്കുന്നു. അപ്പോ അങ്ങനത്തെ മെത്തേഡ്, അതായത് ഒവ്വൊരു മെത്തേഡിനും ഒവ്വൊരു റീസൺ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ചോട്ടിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത് തന്നെ കലക്കി ഒളിച്ചു കൊടുക്ക് താല്പര്യമുള്ളവർ അതിന് പെട്ടെന്ന് അബ്സർവ് ചെയ്യാനുള്ള പലതരത്തിലുള്ള മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ. ഒന്ന് നമ്മള് 12, 11, 18 1 കിലോ. 1 കിലോ. അതുപോലെ തന്നെ 13,045 ഒരു 1/2 കിലോ. പിന്നെ ഈ പറയുന്ന ഒരു 200 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ്. അതിപ്പോ 200 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് ഇതിന്റെ കൂടെ ചേർക്കാൻ പറയുന്നത് ഇപ്പോ റിലീസ് WMF എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു 200 ഗ്രാം ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോമ്പി എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് അവരോട് ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അത് ഒരു 200 ഗ്രാം നമുക്ക് ചേർക്കാം. അല്ലെങ്കിൽ PH സെൻസാർ പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു 200 ഗ്രാം. അപ്പോൾ ഓപ്ഷനാണ് ഏതെങ്കിലും ഒരെണ്ണം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് കലക്കി ഒളിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഇത് ഒരു മാർഗമാണ്. അപ്പൊ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോ പോസ്റ്റ് മാജിക് എന്ന് പറയും. പോസ്റ്റ് മാജിക്കിലെ ബേസിക് ആയിട്ട് നമുക്ക് ഫാസ്ഫറസ് കണ്ടന്റ് കൂടുതലാണ്. അപ്പോ അത് ഒരു 1 കിലോ. അതിന്റെ കൂടെ ഈ പറയുന്ന വാട്ടർ സാല്യുബിൾ ബോറാൻ ഒരു 150 ഗ്രാം, 100 ഗ്രാം മതി ശരിക്കും, കൂടുതൽ വേണ്ട. ഒരു 100 ഗ്രാം, അത് ഒരു 100 ഗ്രാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സീവീഡ് എക്സ്ട്രാക്ട്, അപ്പൊ അത് കെൽപ്പ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ പെൻതീക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലതരത്തിലുള്ള സീവീഡ് അതൊരു അവൈലബിൾ ആണ്. അത് ഒരു 100 ml 200 ലിറ്റർ വെള്ളത്തിൽ, ഈവൻ എക്സൽ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സീവീഡ് ഒന്ന് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പുണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ അത് ചെയ്തു പോകുന്നത് നമുക്ക് നല്ലതാണ്. ഇനിയിപ്പോ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ 25 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 25 ഒരു 1 കിലോവും SOP ഒരു 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പുണ്ടാകാൻ നല്ലതാണ്. ഈവൻ ഉള്ള ശരത്തിലെയും കായ ഉണ്ടാകാനും നല്ലതാണ്. അപ്പോ ഒരുപാട് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതെല്ലാം ഇപ്പൊ ഉള്ള കാലാവസ്ഥയ്ക്ക് ഒരു സേഫ് സൈഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളപ്രയോഗം ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നതും ചിമ്പുണ്ടാകാനുള്ള മെത്തേഡാണ് ഇനി പറഞ്ഞത്. ഇനിയിപ്പോ കായ ഉണ്ടാകാനുള്ള പലതരത്തിലുള്ള മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുന്നതും നല്ലതാണ് ഈ ഒരു കാലാവസ്ഥ. സാർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ പുതിയ കാണുന്ന കുറെ കർഷകരുണ്ട്. അപ്പൊ ഒന്നും കൂടി അത് ഒരു റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പുതിയ കാണുന്ന കർഷകർക്ക് തരുന്നു. ഓക്കെ. KFOL ഒരു 1/2 കിലോ. ഓക്കെ. പിന്നെ ഈ ബയോ ക്ലാസിക് എന്ന് പറയുന്നത് ഒരു 50 ml, അത് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതൊരു മെത്തേഡാണ്. അതെ അതെ. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഈ പ്ലൂം മാജിക്, അത് ഒരു 1 കിലോ. പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മള് കാർഡോ മാസ്റ്റർ ഒരു 100 ഗ്രാം. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന സീവീഡില് ഇപ്പോ മെയിൻ ആയിട്ട് ഫെൻതീക്ക് ഒരു 200 ml. പിന്നെ എക്സീഡ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട് മാജിക് ഒരു 1 കിലോ. അതിന്റെ കൂട്ടത്തില് എക്സീഡ് ചേർക്കാം, അതൊരു 200 ഗ്രാമും. അതിന്റെ കൂട്ടത്തില് ഈ WMF അത് ഒരു 200 ഗ്രാമും. പിന്നെ ഈ പറയുന്ന അസ്കോഫൈലം ഒരു 200 മില്ലിയോ അല്ല 100 ഗ്രാം പൗഡർ ഫാമിലോ ഉണ്ടെങ്കിൽ ഒന്ന് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പൊ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ
നല്ല റിസൾട്ടാണ്. ഇനി ഹൈ ക്യാഷ് ക്യാഷ് ഹൈ ക്യാഷ് ഒരു കിലോവും നോർമൽ ഒരു 750 ഗ്രാം മതി. ഇനിയിപ്പോ കുറച്ചും കൂടി കായ ഉണ്ടെങ്കിൽ എടുക്കാൻ ഒരു കിലോവും ഫോട്ടോ കാർഡ് ഒരു 200 ഗ്രാമും പിന്നെ ഈ ഫ്രൂട്ട് എനർജി എന്ന് പറഞ്ഞിട്ട് അത് ഒരു 100 മില്ലിയും 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ ഉണ്ടാകാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിമാവിരയുടെ ആക്രമണം കൂടാൻ ചാൻസ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയില് നിമാവിര എങ്ങനെ നിയന്ത്രിക്കാം, വേരുപുഴു എങ്ങനെ നിയന്ത്രിക്കാം, തണ്ടുതിരപ്പാനെ എങ്ങനെ നിയന്ത്രിക്കാം, എലപ്പേനെ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ രോഗങ്ങളിൽ ഫിസേരിയം, ഹോമ രോഗം, പിന്നെ ഈ പറയുന്ന ചെന്താൾ രോഗം. ഇപ്പൊ ഈ ഇത്രയും തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ചെന്താൾ രോഗം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ താങ്ക് യു.